പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് അർച്ചന. ചിന്നുവിന്റെ കേസിൽ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു വിജയ് ശങ്കർ. മാത്രവുമല്ല, ചിന്നുവിന്റെ മനസ്സിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഇടയാകുന്ന അർച്ചനയാകട്ടെ തന്റെ തോൽവി അടുത്തു തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വിജയ് ശങ്കർ നേരിട്ട് വരികയാണ് അർച്ചനയെ കാണാൻ. അർച്ചന, നീ ഈ കേസിൽ തോൽക്കും, ആ കാര്യം നിനക്കിപ്പോൾ വ്യക്തമായി അറിയാം. പക്ഷേ ഞാനിപ്പോൾ നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. എങ്ങനെ, മനസ്സിലായില്ല? ഞാനൊരു ധാരണ മുന്നിലേക്ക് വയ്ക്കാം. അതിനനുസരിച്ച് നീ കാര്യങ്ങൾ ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ പിന്നെ ചിന്നുവിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാ. ഈ കേസ് പിൻവലിക്കാം. ചിന്നു നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. എന്തു പറയുന്നു? ഇതോടെ അർച്ചന ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ്. ചിന്നു തന്നെ തള്ളിക്കളയുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് അവൾ തീരുമാനിക്കുക എന്ന് അറിയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒടുവിൽ അർച്ചന മുട്ടുമടക്കാൻ തയ്യാറാകുന്നത്. മാത്രവുമല്ല, വിജയ് ശങ്കർ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ചിന്നുവിനെ. ഇതോടെ ചിന്നു ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും അർച്ചനയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.